സ്കാലോണി ഏറ്റവും നല്ല കോച്ചല്ലേ? ഏറ്റവും നല്ല പ്ലെയർ മെസ്സിയല്ലേ? ഏറ്റവും നല്ല ഗോൾ കീപ്പർ മാർട്ടിനസ് അല്ലേ? ടീം ഇൻ കോമ്പിനേഷൻ അർജൻറ്റീനയല്ലേ? അർജൻറ്റീന ജയിക്കും, തർക്കം വേണ്ട. ഒന്ന്, ഇവരോട് പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കണ്ടീഷൻസ് ഉണ്ട്. ഇതിന് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഈ കണ്ടീഷൻസ് ഇവർ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? ഒന്ന്. രണ്ട്, ഇവരവിടെ ചെയ്തതായിരിക്കുന്ന പ്രവൃത്തി മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണോ മുന്നോട്ട് നീങ്ങിയത്? അത് നമ്മുടെ എൻവയറമെൻറ്റിനും നമ്മുടെ ഭൂപ്രകൃതിക്കും അനുയോജ്യമായിട്ടുള്ള രീതിയിലാണോ? സോയിൽ നെയിലിംഗ് ഉൾപ്പെടെ, അനുബന്ധ സംവിധാനം ഉൾപ്പെടെ. അപ്പോൾ എല്ലാം പരിശോധിക്കപ്പെടുകയാണ്. അപ്പോൾ പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മേലെയുള്ള തുടർ നടപടികളായിരിക്കും ഏറ്റവും പ്രധാനം. അതിൽ ഗവൺമെൻറ് കമ്മിറ്റഡാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ആളല്ല എന്ന്, മനുഷ്യൻ പോയി. ഇപ്പോൾ പിന്നെ വിക്രം റാണയ്ക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇന്നും നടക്കുകയാണ്. പബ്ലിക്കുണ്ട്, അവിടുത്തെ തുർക്കി ജീവൻ രക്ഷയുണ്ട്, നമ്മുടെ NDRF ഉണ്ട്, SDRF ഉണ്ട്, SOS സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പുണ്ട്, ഫയർ ആൻഡ് റെസ്ക്യൂ ഉണ്ട്, ജനറൽ പബ്ലിക്കുണ്ട്. എല്ലാവരും മൂവ് ചെയ്യാണ്. ഞാനതിന് ടീം ബിൽഡിംഗ് രാവിലെ നടത്തി ഡയറക്ഷൻസ് കൊടുത്ത് സ്ഥലത്ത് പോയി ക്യാമ്പ് ചെയ്ത് ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത് തുടർച്ചയായി വരികയാണ്. അപ്പോൾ അതിലുള്ള ഒരു അസ്വസ്ഥതയും ഭയവും ഉണ്ട്. അതുകൊണ്ട് അത് ഇനി ഇല്ലാതെയാക്കാൻ എൻവയറമെൻറ്റും മനുഷ്യരൊക്കെ ഒരുമിച്ച് പോകണം. അതിനുള്ള ഒരു സിസ്റ്റം ഉണ്ടാവണം. ആ സിസ്റ്റം ഉണ്ടായിട്ടില്ല എങ്കിൽ വലിയ പ്രയാസം ഉണ്ടാവും. അത് ഈ റിപ്പോർട്ട് അതിലേക്ക് വെളിച്ചം വീശു. അതുകൊണ്ട് ഇപ്പോൾ നടന്ന പ്രവൃത്തിയെ സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ പരിശോധിക്കാനുള്ള കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നത് വരെ അതിലൊരു മുൻവിധി വേണ്ട എന്നുള്ളത്, അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അഭിപ്രായം പറയുന്നില്ല. ഒരു സർക്കാരിനെ സംബന്ധിച്ച് മുൻവിധിയില്ല. ഞാൻ ആ വാർത്ത വായിച്ചിരുന്നു. സ്വാഭാവികമായും വാർത്ത കണ്ടിരുന്നു. ഈ പരിശോധനയിൽ മേലെ ഭാഗം മാത്രമായിരിക്കില്ലല്ലോ, ടണലുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ്. താഴെ ഭാഗം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ നിരീക്ഷണത്തിൽ വരും. കമ്മിറ്റിയുടെ നിരീക്ഷണത്തിൽ അതും വരും. ടെക്നിക്കൽ ടീം ഏറ്റവും ഹൈ ഇൻറ്റഗ്രിറ്റി ഉള്ള ടീമായിരിക്കും. അതിൽ പിന്നെ GSI എന്നുള്ളത് ഞാൻ പറയുന്നില്ല, പക്ഷേ നമുക്ക് കേരളത്തിന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഒരു ടീമായിരിക്കും. എല്ലാം എല്ലാം ഉണ്ടല്ലോ, നമുക്ക് എല്ലാ കണക്ടിവിറ്റിയും ഉണ്ടല്ലോ. ഇപ്പോൾ ഈ വരുന്ന എക്സ്പേർട്സിന് അതിൻ്റെതായിരിക്കുന്ന എക്സ്പെർട്ടൈസ് ഉള്ളതായിരിക്കുന്ന ഒരു ടീമിനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ളതായിരിക്കുന്ന ഒരു പ്രയാസം നേരിട്ടില്ല. പിന്നെ ആ കമ്മിറ്റിക്ക് ഏത് മാർഗം വേണമെങ്കിലും കൂടുതൽ വിവരങ്ങൾ ആരായുന്നതിന് വേണ്ടി അവലംബിക്കാൻ പറ്റും. സർക്കാരിനൊരു സിസ്റ്റമാണ്. അപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള ഏത് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യണം. ഇപ്പോൾ GSI മാത്രമല്ല, ഇപ്പം നാസയിൽ നിന്ന് ഒരു വിവരം എടുക്കാം. നാസയുടെ ഡാറ്റയൊക്കെ പബ്ലിക് ഡൊമൈനിലുള്ളതായിരിക്കുന്ന ഡാറ്റയാണ്. ഇപ്പോൾ സാറ്റലൈറ്റ്, ഇപ്പം നമ്മുടെ ISRO ഡാറ്റയ്ക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ISRO ഡാറ്റ പിന്നെ ലിമിറ്റഡാണ്, നമുക്ക് കിട്ടില്ല, പല ഡാറ്റയും കിട്ടില്ല. അതേസമയം നാസയുടെ ഡാറ്റയൊക്കെ ഇൻ പബ്ലിക്കാണ്. അപ്പോൾ ഏത് രീതിയിലും ഓപ്റ്റ് ചെയ്യാം. അവർക്ക് ഏത് ഡാറ്റ എടുക്കാം, ഏത് ഇമേജസ് എടുക്കാം, എല്ലാ കാര്യങ്ങൾക്കും അവർക്കുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും സ്വാഭാവികമായിട്ട്. ഇല്ല, സർക്കാരിന് വികസന വിരുദ്ധ മുഖത്തിൻ്റെതല്ല പ്രശ്നം. സർക്കാരിന് ജനങ്ങളുടെ ജീവനും അതുപോലെ ഭൂപ്രകൃതിയും ജനങ്ങൾക്ക് വേണ്ട അവശ്യ വികസന പ്രവർത്തനങ്ങളും ഒക്കെ ഗവൺമെൻറ് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അതിൽ പിന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രത്യേക കോണിലേക്ക് കൊണ്ടുപോയിട്ടുള്ളൊരു സമീപനം സർക്കാരിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ലിമിറ്റഡ് ആംഗിളിലല്ല ഇതിനെ നോക്കിക്കാണും. ജനങ്ങൾ, പരിസ്ഥിതി, ജനങ്ങൾക്ക് വേണ്ട അവശ്യ വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം പ്രകൃതിയുടെ സംരക്ഷണം, ഇതൊക്കെ സർക്കാരിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇതെല്ലാം മുൻനിർത്തിയിട്ടുള്ള വഴി ആ റിപ്പോർട്ടിൽ ഉണ്ടാകും എന്നാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ.
പൂഴിത്തോട് ഇതുമായിട്ട് കണക്റ്റഡ് അല്ല. പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് അത് 1994 നിങ്ങളവിടെ വർക്ക് ചെയ്തണോ? വയനാട്ടിൽ ഉണ്ടായിരുന്ന ആളാണ്, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. 1994 കല്ലിട്ടതായിരിക്കുന്ന 2 പദ്ധതിയാണ് ബൈരക്കുപ്പ, കർണാടകയായിട്ട് ബന്ധപ്പെടുന്ന ബൈരക്കുപ്പ പാലവും അതുപോലെ പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡും. 94 ബൈരക്കുപ്പ യാഥാർത്ഥ്യമാകാൻ പോവുക. പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടലുണ്ട്, UDF സർക്കാരിൻ്റെ ഇടപെടലുണ്ട്, എല്ലാം ഉണ്ട്. പ്രിയങ്ക ഗാന്ധി ഭയങ്കര സജീവമായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തു, കർണാടക ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ചു. ബൈരക്കുപ്പ വരുന്നതോടുകൂടി നമുക്കൊരു വഴി തുറക്കുകയാണ്. മൈസൂരേക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ട് വരികയാണ്. ഒരു വലിയൊരു ഡെവലപ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് വനത്തിൻ്റെ മൗത്ത് വരെയുള്ള റോഡ് കംപ്ലീറ്റഡാണ്. അവിടുന്ന് വനത്തിൻ്റെ ഇടയിലാണ് ബുദ്ധിമുട്ട് വന്നത്. വനത്തിന് പകരം കൊടുക്കാനുള്ള 104 ഏക്കർ ഭൂമിയും നമ്മൾ കൊടുത്തതാണ്, അത് വനമായി മാറി. എന്നിട്ട് നമുക്ക് റോഡായില്ല. അപ്പോൾ സ്വാഭാവികം നിങ്ങൾ അവിടെ വർക്ക് ചെയ്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ പദ്ധതി നേരത്തെയുള്ള പദ്ധതിയാണ്. തുരങ്കപാതയ്ക്ക് ബദലല്ല പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ്, അത് സെപ്പറേറ്റ് പദ്ധതി. അത് വളരെ സീരിയസ് ആയിട്ട് ഗവൺമെൻറ് ഓൾറെഡി ഒരു മീറ്റിംഗ് ഞങ്ങൾ എടുത്തു. തുടർ മീറ്റിങ്ങിലേക്ക് ഗവൺമെൻറ് പോവുകയാണ്. 15-ാം തീയതി മീറ്റിംഗ് വെച്ചിരുന്നു, അത് തൽക്കാലം മാറ്റി വെക്കുകയാണ്. വേറെ അടുത്ത ദിവസം ഉടനെ അടുത്ത യോഗം. 100 ദിന കർമ്മ പരിപാടിയിൽ എല്ലാ ജില്ലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പദ്ധതികൾ കടന്നു വന്നിട്ടുണ്ട്. ആ പദ്ധതികൾക്ക് അതിന് പ്രത്യേകമായിട്ടുള്ള ഡാഷ്ബോർഡ് ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് ഒരു പ്രത്യേകമായ മിഷനുണ്ട്. ഇപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അതിൻ്റെ മോണിറ്ററിങ്ങിന് പ്രത്യേകമായിട്ടുള്ള സിസ്റ്റം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഡാഷ്ബോർഡ് പ്രത്യേകമായിട്ടുണ്ട്. അതെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കപ്പെടും. ഇൻ ടോട്ടൽ പദ്ധതികൾ. ആ നമ്മൾ ജയിക്കും. നിങ്ങളല്ലേ? അല്ല, നമ്മൾ ജയിക്കും, തർക്കമില്ല. അത് അത്തരം ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ ഇതിനെ കാണണ്ട. നന്നായി കളിക്കുന്നവർ ചെയ്യും. മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട്. മലയാളികൾ നന്നായി കളിക്കുന്നവരുടെ കൂടെ നിൽക്കുന്നവരാണ് മലയാളികൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് അർജൻറ്റീനയുടെ കൂടെ നിൽക്കുന്നവരാണ് മലയാളികൾ ഏറിയ പങ്ക്. അർജൻറ്റീന കപ്പ് ഇപ്പോൾ ഇത് മെസ്സിയുടെ റൊണാൾഡോയുടെയൊക്കെ അവസാനത്തെ വേൾഡ് കപ്പായിരിക്കും എന്നാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. പോകുന്ന സമയത്ത് കപ്പുമായിട്ടായിരിക്കും പോവുക. വേറെ ഒരു കാര്യമുണ്ട്, അർജൻറ്റീന കഴിഞ്ഞ കുറേ വേൾഡ് കപ്പിൽ പരാജയപ്പെട്ടു. കഴിഞ്ഞ വേൾഡ് കപ്പിലാണ് നമ്മൾ കപ്പടിച്ച് ഖത്തറിൽ. അപ്പോൾ പരാജയപ്പെട്ടപ്പോൾ അതൊക്കെ വേദനയോടുകൂടി സഹിച്ചവരാണ് നമ്മൾ എല്ലാവരും. ഇപ്പോൾ ജയിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവും. നന്നായി കളിക്കുന്നവർ ജയിക്കും. സ്കാലോണി ഏറ്റവും നല്ല കോച്ചല്ലേ? ഏറ്റവും നല്ല പ്ലെയർ മെസ്സിയല്ലേ? ഏറ്റവും നല്ല ഗോൾ കീപ്പർ മാർട്ടിനസ് അല്ലേ? ടീം ഇൻ കോമ്പിനേഷൻ അർജൻറ്റീന അല്ലേ? അർജൻറ്റീന ജയിക്കും, തർക്കം വേണ്ട.